ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. യാതൊരു നിറക്കൂട്ടുകളുമില്ലാതെ വളരെ ഈസിയായി പൈനാപ്പിൾ ജാം നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായി പഴുത്ത ഒരു മീഡിയം സൈസുള്ള പൈനാപ്പിളാണ്. അതിൻ്റെ ആ നടുവിലത്തെ പോർഷനൊക്കെ മാറ്റി ആ കറുത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പൈനാപ്പിൾ പ്യൂരിയാണ് കിട്ടിയത്. ഇതിലേക്ക് പൈനാപ്പിൾ 2-3 ചെറുതായി ഇതുപോലെ അരിഞ്ഞിടുന്നുണ്ട്. നമുക്ക് ജാം ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ പീസ് കടിക്കാൻ കിട്ടാനാണ്. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയെടുക്കാനായി തുടങ്ങാം. ഈ പൈനാപ്പിൾ പ്യൂരി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചെറുതായി ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പൈനാപ്പിൾ നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. തീ മീഡിയത്തിലിട്ട് ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ പൈനാപ്പിൾ പ്യൂരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 2.25 ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കുന്നത്. മീഡിയം മധുരം മതി എന്നുള്ളവർക്ക് 1 ഗ്ലാസ് പൈനാപ്പിൾ പ്യൂരിക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര ചേർത്താൽ മതിയാകും. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 1 ഗ്ലാസ് പൈനാപ്പിൾ പ്യൂരിക്ക് 1 ഗ്ലാസ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് എന്നുള്ള അളവിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്കിവിടെ 3 ഗ്ലാസ് പൈനാപ്പിൾ പ്യൂരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3/4 ഗ്ലാസ് എന്നുള്ള കണക്ക് വെച്ചിട്ട് ഞാനിവിടെ 2.25 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി ലൂസാവും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് കട്ടിയാക്കി എടുക്കണം. ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട കൂടെ ചേർക്കുന്നുണ്ട്, വളരെ ചെറുത്. ഇത് ഓപ്ഷണലാണ്. പൈനാപ്പിൾ ജാം ഇതവിടെ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കട്ടിയാവട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടാം. നന്നായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിത് ഓഫ് ചെയ്യാണ്. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരുന്ന കറുവാപ്പട്ടയുടെ കഷ്ണം ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇത് ഇരുന്ന് കട്ടിയാവാതിരിക്കാൻ ഈ സമയത്ത് ഒരല്പം നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ജാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ആറിക്കഴിയുമ്പോൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ആക്കി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. 1 മാസം വരെയൊക്കെ ഇത് കേടുകൂടാതിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോഴേ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.